ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2025 ജൂലൈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് വന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അസൈൻമെന്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ കിട്ടണം. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ LSCകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. അപ്പോൾ അസൈൻമെന്റ് എങ്ങനെ എഴുതാം എന്നുള്ളതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് ആണ് വരുന്നത് എന്ന്. സെറ്റ് 1ഉം സെറ്റ് 2ഉം, അതായത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റും അനലിറ്റിക്കൽ അസൈൻമെന്റും എന്നിങ്ങനെ 2 ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ആണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ജസ്റ്റ് ഒരു ഡെമോ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ അത്. ഇവിടെ നമ്മൾ BA സോഷ്യോളജിയിലെ ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മേജർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം. അതായത് ഇൻടേക്ക് ഏതാന്ന് കൊടുത്തിട്ടുണ്ട്, ഇയർ ഓഫ് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, സെമസ്റ്റർ 1 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, കോഴ്സ് ടൈപ്പ്, കോഴ്സ് കോഡ്, കോഴ്സ് ടൈറ്റിൽ. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ആൻസർ ഷീറ്റിൽ എഴുതാനുള്ളതാണ്. ഈ ഒരു കോഴ്സ് ടൈപ്പ്, കോഴ്സ് കോഡ്, കോഴ്സ് ടൈറ്റിൽ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്ന് നോക്കാം. നമുക്കിവിടെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 5 questions ആൻഡ് ലേണർ ഷോൾ ചൂസ് എനി വൺ. എ ക്വസ്റ്റ്യൻ ക്യാരീസ് 15 marks. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ ആയിട്ട് അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 30 മാർക്കാണെന്നുള്ളത്. അതായത് സെറ്റ് 1ന് 15 മാർക്കും സെറ്റ് 2ന് 15 മാർക്കും. അപ്പോൾ ഇവിടെ ഒരു അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അസൈൻമെന്റിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് കാണാം. ആകെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അസൈൻമെന്റിൽ. അതിനി സെറ്റ് 1 ആണെങ്കിലും സെറ്റ് 2 ആണെങ്കിലും ടോട്ടൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണ്ട. 5 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 5ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ടുള്ളത്, ദ അസൈൻമെന്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 10 pages. നിങ്ങൾ എഴുതുന്ന അസൈൻമെന്റ് സെറ്റ് 1 ആണെങ്കിലും 2 ആണെങ്കിലും അത് 10 പേജസിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. 10ൽ കൂടുതൽ പേജസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. മിനിമം 10 പേജിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസൈൻമെന്റിന്റെ ആൻസർ ഷീറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു ഫേസിംഗ് ഷീറ്റ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം എന്നുള്ളത്. ആ ഒരു ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ LSCകളിൽ നിന്നും കിട്ടുന്നതാണ്. സോ ആ ഒരു ഫേസിംഗ് ഷീറ്റ് നിർബന്ധമായിട്ടും നിങ്ങളുടെ 2 അസൈൻമെന്റുകളിലും ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണ് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ് 2, അതായത് അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ ഒരു ഫേസിംഗ് ഷീറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഫേസിംഗ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം, എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് അസൈൻമെന്റ് എഴുതുന്ന സ്റ്റുഡൻറ്റിന്റെ നെയിമാണ്. നിങ്ങളുടെ ID കാർഡിൽ എങ്ങനെയാണോ നെയിം നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നെയിം ഇവിടെ ഫില്ല് ചെയ്യണം. പിന്നെ വരുന്നത് എൻറോൾമെന്റ് നമ്പർ ആണ്. അതും നിങ്ങൾ നിങ്ങളുടെ ID കാർഡ് നോക്കിയിട്ട് വേണം എൻറോൾമെന്റ് നമ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് നെയിം ഓഫ് ദ പ്രോഗ്രാം ആണ്. നെയിം ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഏത് പ്രോഗ്രാം ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് BA സോഷ്യോളജി ആണെങ്കിൽ BA സോഷ്യോളജി, BA മലയാളം ആണെങ്കിൽ മലയാളം, അങ്ങനെ BA ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ ഏത് പ്രോഗ്രാം ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് സെമസ്റ്റർ. ഇപ്പോൾ നോർമലി ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലായിട്ടും എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെമസ്റ്ററിലാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് ആ ഒരു സെമസ്റ്ററിന്റെ പേര്, അതായത് ഫസ്റ്റ് സെമസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ ആണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ, അങ്ങനെ ആ സെമസ്റ്ററിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ കോഴ്സ് കോഡ്, ഈ കോഴ്സ് കോഡ് അതുപോലെ തന്നെ കോഴ്സ് ടൈറ്റിൽ, ഇത് 2 നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കോഴ്സിന്റെ പേരും കോഴ്സിന്റെ കോഡും. ഓക്കെ, അപ്പോൾ ഏതാണോ പേപ്പർ അതാണ് കോഴ്സ് ടൈറ്റിലിൽ കൊടുക്കേണ്ടത്. കോഴ്സ് കോഡും ആ ഒരു പേപ്പറിന്റെ കോഡാണ്, അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അതുപോലെ തന്നെ എടുത്തെഴുതുക. പിന്നെ നെയിം ഓഫ് ദ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ, അതായത് നിങ്ങളുടെ LSCയുടെ പേര്, അത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ LSC ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു LSCയുടെ പേരും കൂടെ ഇവിടെ കൊടുക്കുക. പിന്നെ വരുന്നത് റോൾ നമ്പർ ആണ്. റോൾ നമ്പർ മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. റോൾ നമ്പർ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓൺലൈൻ അല്ലാണ്ട് ഓഫ്ലൈൻ ആയിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ LSCയിൽ പോകുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത് ആ സമയത്ത് ഫില്ല് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ റോൾ നമ്പർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, മാൻഡേറ്ററി അല്ല. ഇനി പിന്നെ വരുന്നത് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്. ഓക്കെ, അവസാനമായിട്ട് ഫേസിംഗ് ഷീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ്, അതായത് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ട ഫേസിംഗ് ഷീറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒരിക്കലും തെറ്റാതെ ഇത് എഴുതണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് അവർ സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 അസൈൻമെൻറ്റിൻ്റെയും ഫേസിംഗ് ഷീറ്റ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ സെറ്റ് 1ൻ്റെയും സെറ്റ് 2ൻ്റെയും ഫേസിംഗ് ഷീറ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫേസിംഗ് ഷീറ്റ് തെറ്റാതെ വൃത്തിയായിട്ട് എഴുതുക. ഇനി ഫേസിംഗ് ഷീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വെക്കേണ്ട ഒരു പേജാണ് ഇതെന്ന് പറയുന്നത്. ഈ പേജിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. കൂടെ ആ ക്വസ്റ്റ്യൻ്റെ നമ്പറും കൂടെ ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് തന്നെ എഴുതണം, പകുതിയൊന്നും വെച്ചിട്ട് നിർത്തരുത്. ഫുള്ളായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ഇതിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ സെക്കൻഡ് പേപ്പർ ഇതാണ് വരുന്നത്. അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഈ ഒരു പേപ്പറിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം ഫില്ല് ചെയ്യാനുണ്ട്, എൻറോൾമെൻറ്റ് നമ്പർ ഫില്ല് ചെയ്യാനുണ്ട്, റോൾ നമ്പർ, പ്രോഗ്രാമിൻ്റെ പേര്, കോഴ്സിൻ്റെ പേര്, കോഴ്സ് കോഡ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേജിൽ തന്നെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാര്യം മറക്കരുത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഫേസിംഗ് ഷീറ്റും ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യുക. രണ്ടാമതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന ഈ ഒരു ഷീറ്റും കൂടെ ഫില്ല് ചെയ്യുക. മൂന്നാമതായിട്ടാണ് നമ്മൾ പിന്നെ അസൈൻമെൻറ്റിൻ്റെ ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതേണ്ടത് എന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും അറിയാമായിരിക്കും എങ്ങനെയൊക്കെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് അസൈൻമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതേണ്ടത് എന്നുള്ളതാണ് കേട്ടോ.
പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15 മാർക്കാണ് അസൈൻമെന്റിന് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ആ 15 മാർക്കുകൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ അസൈൻമെന്റിന് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത് വരുന്നത് ക്രിട്ടിക്കൽ ഇൻക്വയറി, ഫോർമുലേഷൻസ് ഓഫ് ഐഡിയാസ് ആൻഡ് അനാലിസിസ് ഓർ ഇല്ലുസ്ട്രേഷൻസ്. അതായത് ബോഡി പാർട്ട്, അസൈൻമെന്റിന്റെ ബോഡി പാർട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ നല്ല രീതിയിൽ, നല്ല ഹാൻഡ് റൈറ്റിങ്ങോട് കൂടിയിട്ട് നല്ല രീതിയിലാണ് ആ അസൈൻമെന്റ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈല്, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ. നമ്മൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങിന്റെ സ്റ്റൈല്, ആ ഒരു അസൈൻമെന്റിന്റെ ഒരു വൃത്തി, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനൊരു 3 മാർക്കും കിട്ടുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ക്ലിയർ കൺക്ലൂഷൻ, അതിന് 2 മാർക്കും കൂടെ കിട്ടും. അപ്പോൾ അസൈൻമെന്റിൽ നമ്മളൊരു ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കൺക്ലൂഷൻ ആണ്. ഈ ഒരു അസൈൻമെന്റിന് കൺക്ലൂഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ മറക്കാണ്ട് എഴുതുക. അപ്പോൾ കൺക്ലൂഷനും കൂടെ, ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനും കൂടെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫുട് നോട്ട്സ്, ബിബ്ലിയോഗ്രഫി ആൻഡ് റെഫറൻസ്, ഇത്രയും കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു 15 മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡെക്സ് ആണ് അല്ലേ. ഇൻഡെക്സിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ഒന്ന് ടൈറ്റിൽ വരണം, പിന്നെ അതുപോലെ തന്നെ പേജ് നമ്പറും വരണം. ടൈറ്റിൽ എന്ന് പറയുന്നത് ആ ഒരു ബോഡി പാർട്ടിൽ നിങ്ങൾ എന്തൊക്കെയാണോ മെയിൻ ഹെഡിങ്സ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇൻഡെക്സിൽ നിങ്ങൾ എഴുതേണ്ട ടൈറ്റിൽ. അതുപോലെ തന്നെ പേജ് നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ നിങ്ങൾ ഏത് പേജിലാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പേജ് മുതൽ ആ ഒരു ടൈറ്റിലിന്റെ കണ്ടന്റ് അവസാനിക്കുന്ന പേജ് വരെയാണ് നിങ്ങൾ ആ ഒരു പേജ് നമ്പർ ഇടേണ്ടത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളുടെ ടൈറ്റിലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡെക്സിൽ ഫില്ല് ചെയ്യുക. അതിന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നമ്പറും മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റ് അവസാനിക്കുന്ന പേജ് നമ്പറും കൂടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് ഒരു അസൈൻമെന്റ് എഴുതുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡെക്സ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, ബോഡി പാർട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് നോക്കുമ്പോൾ തന്നെ അസൈൻമെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കണ്ടന്റുകളാണ് നിങ്ങളുടെ അസൈൻമെന്റിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് മറക്കാണ്ട് ഫില്ല് ചെയ്യുക. എസ്പെഷ്യലി അതിൽ പേജ് നമ്പറും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി ഇൻഡെക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾ അസൈൻമെന്റിൽ എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു പേജിൽ എഴുതേണ്ടത്. അപ്പോൾ ഇൻഡെക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു 2-3 പേജൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1 പേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഡെക്സും ഇൻട്രൊഡക്ഷനും കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്, അസൈൻമെന്റിന്റെ മെയിൻ കണ്ടന്റുകൾ, നമ്മളതിന് ബോഡി പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റിന്റെ ബോഡി പാർട്ട് എഴുതേണ്ടത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണോ നമ്മുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ എല്ലാ ആൻസേഴ്സും നിങ്ങളുടെ ആ ഒരു ബോഡി പാർട്ടിൽ ഇൻക്ലൂഡ് ആവണം. ആ ബോഡി പാർട്ട് എഴുതുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന് മെയിൻ ഹെഡിങ്ങുകൾ വേണം, അതുപോലെ തന്നെ സബ് ഹെഡിങ്ങുകളും വേണം. ഓക്കെ, പിന്നെ എഴുതുന്ന സമയത്ത് തെറ്റിക്കാണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും കാരണവശാൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറിയ തെറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് അത് മായ്ച്ചെടുക്കാം. ഇനി വലിയ വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ ആ ഒരു പേജ് ഒന്ന് കളഞ്ഞിട്ട് പുതിയൊരു പേജിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ക്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇങ്ക് ഒന്നെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ ഇങ്ക് വെച്ചിട്ട് എഴുതുക. മറ്റ് കളറുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പം അത് നോക്കുന്ന, മറ്റ് കളറുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇങ്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അസൈൻമെന്റ് എഴുതുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അസൈൻമെന്റിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുട് നോട്ട്സ്, അതുപോലെ തന്നെ ബിബ്ലിയോഗ്രാഫി, ഇതൊക്കെ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് ഫുട് നോട്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് സോഷ്യോളജിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അസൈൻമെന്റിൽ ഉള്ളതല്ല, നമ്മൾ ജസ്റ്റ് ഫുട് നോട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ ഹെഡിങ്ങിന്റെ താഴെ എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതുകയാണെന്ന് വിചാരിക്കുക. ആ കണ്ടന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡ് എടുക്കുക. ആ ഒരു വേർഡിന് നിങ്ങളൊരു നമ്പർ മാർക്ക് ചെയ്യുക. ഇവിടെ സോഷ്യോളജി എന്നുള്ള കണ്ടന്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ 1 എന്നുള്ള ഒരു നമ്പർ വെച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള വേർഡ്. അതിൻ്റെ മുകളിൽ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള വേർഡിൻ്റെ മുകളിൽ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫുഡ് വേർഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു വേർഡ് കണ്ടെത്തുക, അതിനൊരു നമ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ, നമ്മൾ നേരത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 എന്ന നമ്പറാണ്. 1 എന്ന നമ്പറാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നമ്മൾ എടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. എന്നിട്ട് അതിന് താഴെയായിട്ടോ അല്ലെങ്കിൽ അതിന് നേരെയായിട്ടോ നിങ്ങൾ എന്ത് എഴുതുക, ആ ഒരു വേർഡിൻ്റെ ഒരു മീനിങ്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് എവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീനിങ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു മീനിങ്, ഏറ്റവും ചെറിയൊരു മീനിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മീനിങ് എഴുതുക. ഇവിടെ നമ്മൾ കുറച്ച് ലോങ് ആയിട്ടുള്ള മീനിങ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ലോങ് ആയിട്ടുള്ള മീനിങ് എടുക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു മീനിങ് എടുത്തിട്ട് ആ ഒരു വേർഡിൻ്റെ നേരെ എഴുതുക. അതിനെയാണ് നമ്മൾ ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് നോട്ട് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അപ്പോൾ ബോഡി പാർട്ട് എഴുതുമ്പോൾ നിങ്ങൾ 1, 2, 3 പേജുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫുഡ് നോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അസൈൻമെന്റിൽ നമ്മൾ ഇൻഡെക്സ് എഴുതി കഴിഞ്ഞു, അതിനുശേഷം ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞു, പിന്നെ നമ്മൾ ബോഡി പാർട്ട് എഴുതി. ബോഡി പാർട്ട് എഴുതുന്ന സമയത്ത് ഫുഡ് നോട്ടുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫുഡ് നോട്ട് ആഡ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% ഓഫ് അസൈൻമെന്റ് നമ്മുടേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺക്ലൂഷൻ. അസൈൻമെന്റിൽ അതിൻ്റെ കൺക്ലൂഷൻ എഴുതുക എന്നുള്ളതാണ്. അത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്രൈറ്റീരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എഴുതുക. നിങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റിൻ്റെ ഒരു സമ്മറി പോലെ വേണം നിങ്ങളുടെ കൺക്ലൂഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു 1 പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺക്ലൂഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത്രയും നേരം അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നല്ല വൃത്തിയോട് കൂടിയിട്ട്, തെറ്റ് വരാണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ അസൈൻമെൻറ്റ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി കൺക്ലൂഷനും കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പേജാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് നോട്ട് പോലെ തന്നെ ഇതും എഴുതുന്നതിന് നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് അസൈൻമെൻറ്റ് എഴുതാനുള്ള റെഫറൻസുകൾ എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സോഴ്സുകളുടെ പേരാണ് നിങ്ങൾ ബിബ്ലിയോഗ്രഫിയിൽ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത് ആ സോഴ്സുകൾ മറക്കാണ്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ ഒരു സോഴ്സുകളുടെ പേരുകളാണ് നിങ്ങളുടെ ഈ ഒരു ബിബ്ലിയോഗ്രഫിയിലും കൂടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫുഡ് നോട്ടും ബിബ്ലിയോഗ്രഫിയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വൃത്തിയായിട്ട് എഴുതുന്നതിനും വൃത്തിയായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനും കൂടെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്കോർ ചെയ്യുന്ന മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയും വേണം. യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ ത്രൂ ആണെങ്കിലും ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യുക. ഇനി ഓഫ്ലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ത്രൂ ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹാൻഡ് റിട്ടൺ അസൈൻമെൻ്റ് ആണ്. ഒരിക്കലും ലാപ്പിലോ കമ്പ്യൂട്ടറിൽ നിന്നും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ കൈകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് എഴുതണം. പിന്നെ അതുപോലെ തന്നെ വേറൊരാളുടെ അസൈൻമെൻറ്റിൻ്റെ കണ്ടന്റുകൾ ഒരിക്കലും നോക്കി എഴുതരുത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരേപോലത്തെ കണ്ടന്റ് എഴുതരുത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത ഫേസിംഗ് ഷീറ്റും അതിനുള്ളിലിരിക്കുന്ന കണ്ടന്റുകൾ സിമിലർ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ആ ഒരു അസൈൻമെൻറ്റ് ഇവാലുവേഷന് സ്വീകരിക്കുന്നതല്ല, അത് അവർ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ മാക്സിമം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ ആ കമൻസിനുള്ള ഉത്തരമായിട്ട് വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.